നാടുതാവളേന്നാ. ഗൾഫ് നമ്പർ. ഹലോ അളിയാ, നീ എന്തോടാ കാണിക്കുന്നത്? എത്ര നേരമായിട്ട് കറണ്ടില്ലടാ അവിടെ. നേരത്തെ ഇന്ത്യൻ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കത്തില്ലടാ. എന്റെ ഗൾഫിലെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നിനക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ലടാ. സാറേ ഞങ്ങൾ മലപ്പുറം എടുക്കാത്തല്ലേ സാറേ. എന്തോടാ കാണിക്കുന്നത്? സാറേ അത് ചെറിയൊരു കറണ്ട് ആയിട്ട് സാറേ. രാത്രിയാണ് പണിയെടുക്കാൻ തോന്നുന്നത്, പകല് പണിയെടുക്കാൻ അങ്ങോട്ട്. സാറേ അതല്ല സാറേ, ഈ ലോഡ് കൂടുമ്പോ മറ്റേ നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് ഭയങ്കര പ്രോസസ് കാണാം. നീയൊക്കെ രാവിലെ അത് രാത്രി മറ്റേ കിടക്കാൻ പോകുമ്പോഴാ അതിന്റെയൊക്കെ പണി. ലോഡ് ഷെഡിങ് ഉണ്ടല്ലോ സാറേ. ലോഡ് ഷെഡിങ് നിനക്കത്ര വൈകിട്ട് 5 മണി കട്ടി, എന്നിട്ട് 5:30 നീ കൊണ്ടുപോകാ കറണ്ട്. ലോഡ് ഷെഡിങ് ഞങ്ങൾ അംഗീകരിക്കുന്നു. എടാ പോടാ ഇറങ്ങി. നീ അംഗീകരിച്ചാൽ ഞാൻ ചെയ്യണം. ബാക്കിയുള്ളവരോട് ഉറക്കമില്ല. എത്ര ദിവസം വരെ കിടന്ന് ഉറങ്ങിയിട്ട്. കൊച്ചു പിള്ളേരല്ല വീട്ടില്, അവര് പോലും ഉറങ്ങുന്നില്ല. ഹലോ അവന്റെ ഹലോ സതീഷേ. സാറേ കറണ്ട് കെട്ടിന്റെ സംഭവം ഒന്ന് റെഡിയാക്കണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യണം സാറേ? ഈ ലോഡ് ഒത്തിരി ഉപയോഗം കാരണമാണ് ഈ പ്രശ്നം വരുന്നത്. ലോഡ് ഇപ്പൊ ഒന്ന് കുറയ്ക്കാൻ എങ്ങനെയാ നമുക്ക്? AC-യുടെ ഉപയോഗമാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. AC-യോ? അതിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നമല്ലോ ഒന്ന് മാറും സാറേ. AC-യുടെ യൂസ് കുറയ്ക്കാൻ വേണ്ടി എന്റെ ഒരു ഐഡിയ ഉണ്ടാ. എന്താ സാറേ ഐഡിയ ഉണ്ട് സതീഷേ? ഇതായിട്ടോ. പേടിക്കണ്ട, ഇതൊക്കെ ട്രെയിൻഡ് പാമ്പാ. നമ്മൾ പറയുന്നതിനപ്പം ഇതൊന്നും പോകുന്നില്ല. പുള്ളി ട്രെയിൻഡാ. അല്ല ഈ സാധനത്തെ എങ്ങനെ AC-യുടെ ഉപയോഗം കുറയ്ക്കും? പാമ്പിന് ഏറ്റവും ഇഷ്ടം ഇപ്പൊ എവിടാന്നറിയോ? ഫ്രിഡ്ജിലോ? AC-ക്കകത്ത് കയറിയിരിക്കുക. നമ്മളിവിടുന്ന് കുറച്ച് പാമ്പുകളെ ഓരോ വീട്ടില് AC-ക്കകത്ത് ഊട്ടി പറഞ്ഞു. അവരകത്ത് കയറിയിരിക്കുന്നു, അവര് ഓണാക്കുന്നു. പാമ്പിന്റെ വാരി ഇങ്ങനെയാണ്. അത് കാണുമ്പോ അവർ AC ഓഫ് ആക്കും. പേടിച്ചിട്ട്. ഹലോ പാമ്പിനു, സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? പാല് തന്നായിരുന്നോ? ഞങ്ങൾ കുറച്ച് വീടുകളുടെ ലിസ്റ്റ് തരാം. അവിടെ ഹൈ വോൾട്ടേജ് യൂസ് ചെയ്യുന്നത്. ആ വീടുകളിലെ AC-ക്കകത്ത് പോയിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് മുട്ടയൊക്കെ ഇട്ടൊന്ന് സൂചിച്ചിരിക്കണം. അപ്പൊ ലിസ്റ്റ് പറയട്ടെ. ഓരോരുത്തർ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പൊക്കും. അയക്കാത്തോളാം. അശ്വിന്റെ വീടാണോ? അവിടെ ഭയങ്കര ഉപയോഗം. അവര് 5 പാമ്പ്. 5 പാമ്പുണ്ടോ? ഒരാള് മൂർക്കം കണ്ണങ്കര പോലെ പൂച്ച സാറുണ്ട്. പൂച്ച സാറ് കാലിനകത്ത് ആരെ കണ്ടത് പൂച്ച സാറ് പിടിച്ച് കടിച്ചോളി. നഷ്ടമായി. വേണ്ട അടുത്ത് ഇത് മറ്റേ മുരുകാലെ അവിടെ അത്യാവശ്യം അവിടെ അടല് വെക്കും. ഓക്കെ അല്ലയോ? ഓക്കെ അല്ലേ? പൂജാറുണ്ട് അങ്ങോട്ട് പോലെ പിന്നെ ഇനിയിപ്പോ ഇങ്ങോട്ടൊക്കെ അയ്യോ എന്താ ചൂട്. 24 താഴെ വെക്കല്ലെന്നാ KSW നിർദ്ദേശം. കുഴപ്പമില്ല, 16 വെച്ചേക്കാം. 16 ഇട്ടാലേ AC-ക്ക് ഒരു ഗുമ്മുള്ളൂ. എന്താ സുഖം. ചേട്ടാ ഇവിടെ AC-ക്കകത്ത് പാമ്പ്. ഭയങ്കര പാമ്പാ. സമയമില്ല, ഞാൻ ഇവിടുത്തെ ഓരോരുത്തരുടെ വീട്ടിലെ AC പാമ്പിനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ AC ഓൺ ആക്കണ്ട കേട്ടോ. സമയം എടുക്കും. 2 ദിവസം എടുക്കും കേട്ടോ. ഭയങ്കര വർക്കാണ്. എല്ലാവരുടെയും വീട്ടിൽ പാമ്പാട്ട AC-ക്കകത്ത്. ഞാൻ വന്നേക്കാം. മുമ്പേ അടിക്കണ്ട കേട്ടോ. AC ഓൺ ആക്കല്ലേ കേട്ടോ. അറിയല്ലേ കേട്ടോ. സാറേ ഇത് കണ്ടോ? കറണ്ടിന്റെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നല്ല രീതിയിൽ കുറഞ്ഞു. നമ്മുടെ പാമ്പിന്റെ പിള്ളേരെ അവരുടെ പണി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലോഡ് ഷെഡിങ്ങിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ലഡു എന്റെ വക. ശരി, വാങ്ങിച്ചു കൊടുത്തേക്കും. ഓക്കെ, ഞാൻ 2 എടുക്കേ. കേരള നമ്പർ. ഹലോ പറ. ഹലോ പറ. കറണ്ട് വന്നിട്ടുണ്ട്. സന്തോഷമായി. ഞങ്ങൾ എന്ത് വേണം? ഒന്ന് അഭിനന്ദിക്കാൻ വിളിച്ചേ. അഭിനന്ദിക്കാനോ? കറണ്ട് പോകുമ്പോൾ 100 വട്ടം വിളിക്കുന്നു, കറണ്ടുള്ള പോയിട്ട് വിളിക്കുന്നു. അങ്ങനെ ഏർപ്പാടാ. കറണ്ട് ഞങ്ങൾ കട്ട് ചെയ്യുന്നില്ല. ഇനി ഫുൾ ടൈം കറണ്ട് വന്നോണ്ടിരിക്കും. കറണ്ട് വന്നപ്പോ വിളിച്ചു പറയുന്നു. വെറുതെ കറണ്ട് എടുക്കുമ്പോൾ 100 വട്ടം വിളിക്കുന്നു, അല്ലാത്തപ്പോ 10 വട്ടം വിളിക്കുന്നു.
കേട്ടോ. ഓക്കെ വൈകിട്ട് കാണാം. ചേച്ചി റീഡിംഗ് എടുക്കാൻ വന്നേ കേട്ടോ. സുഖമായിട്ടിരിക്കുന്ന ചേച്ചി. എന്ത് പറയാനാ മക്കളെ, പാമ്പ് കാരണം AC ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ, എവിടെ നീ പാമ്പൊക്കെ വന്നെന്ന് ആർക്കറിയാം. കാട്ടിനറി ചേച്ചി.